അപ്പോൾ മാണി സാർ നമ്മൾ സംസാരിച്ച് വന്നത് MLA എന്ന നിലയിൽ പാലയ്ക്ക് വേണ്ടിയും മന്ത്രി എന്ന നിലയിൽ ധനമന്ത്രി എന്ന നിലയിൽ കേരളത്തിന് വേണ്ടിയും അങ്ങനെ വളരെ എന്താ പറയുക ക്ലിയർ കട്ട് ബാലൻസിങ് ആണ് മാണി സാർ നടത്തുന്നത്. അതിന് ഒരു ഡിസ്റ്റോർഷൻസ് സംഭവിക്കാറില്ല എന്ന് മാണി സാർ പറഞ്ഞു. ഒരു ആളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ സാമ്പത്തിക കാര്യങ്ങൾ സകൂതം ശ്രദ്ധിക്കുന്ന ഒരാളിനെ സാധാരണ എന്തെങ്കിലും പുതിയ ആശയം സർഗാത്മകമായ ആശയം വന്നാൽ ഉടൻ ധനമന്ത്രിമാരുടെ മുഖമാണ് ആദ്യം കറക്കുക. എന്നാൽ വൈ നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉടൻ സ്വീകരിക്കുന്ന ഒരു മന്ത്രി നമുക്കുണ്ടെങ്കിൽ, അത് ഒരു ധനമന്ത്രി നമുക്കുണ്ടെങ്കിൽ അത് മാണി സാറാണ്. ഒരു കാര്യമേ ഉള്ളൂ, നമ്മുടെ നാട്ടിൽ ഒരു അത്യാവശ്യമായിട്ടൊരു പ്രാന്താശുപത്രി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിക്വസ്റ്റ് വന്നാൽ ഉടനെ തീർച്ചയായും നിസ്സംശയം അതിൽ രേഖപ്പെടുത്തി ഒപ്പിടും. പക്ഷേ വൺ മേ ബി സെറ്റപ്പ് അറ്റ് പാല ഓൾസോ നാഡി, അത്രേ ഉള്ളൂ. മാണി സാറേ, സരിതാ വർമ്മ മാണി സാറിനെ ഒന്ന് പിടിച്ച് കാലി വലിച്ചു. ആള് വളവത്തിയല്ലേ? സമർത്ഥ്യ? അത് സമർത്ഥ്യാണ്. വാഴ നനയുമ്പം പാലായും നനയുണ്ട്. ശരി. അപ്പോൾ കേരളം ഒട്ടാകെ നമ്മൾ കുളിർമ കൊടുക്കുമ്പോൾ അതിനകത്താ പാല, അല്ലാതെ പാലായിക്ക് ഒരു പ്രത്യേകതയൊന്നും ഇല്ല. അങ്ങനെയല്ല മാണി സാർ, അത് തെങ്ങിന് വെള്ളം ഒഴിക്കുമ്പോൾ വാഴയ്ക്കും കിട്ടുന്നുള്ളതല്ലേ? അങ്ങനെയല്ലേ? പക്ഷെ മാണി സാർ നേരിട്ടാണ് വെള്ളം ഒഴിക്കുന്ന അവിടെ. അതാണ് മാണി സാർ തെങ്ങിന് വെള്ളം കിട്ടാൻ വേണ്ടി വാഴയ്ക്ക് വെള്ളം ഒഴിക്കുകയാണ്. ഞാൻ എൻ്റെ 11 ബഡ്ജറ്റുകൾ എടുക്കുന്നുവെങ്കിൽ കേരളത്തിൻ്റെ വികസനത്തിന് എത്രയോ വലിയ സ്ഥായിയായ സംഭാവനയാണ് കേരള വികസനത്തിന് വേണ്ടി ധനമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഓർക്കുക, ഞാൻ ഈ 11 ബഡ്ജറ്റുകൾ എടുത്തപ്പോൾ വികസനോന്മുഖമായ ബഡ്ജറ്റുകൾ, ജനക്ഷേമ പരിപാടികൾ, രണ്ടും വികസനവും കരുതലും ഒരുമിച്ച് കൊണ്ടുപോവുക ചെയ്ത് എത്രയോ വികസന പരിപാടികൾ, വികസനത്തിൻ്റെ ഹൈവേയിലേക്ക് കേരളത്തെ പിന്നെ കുതിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് പരിപാടികൾ കാഴ്ചവെച്ചിട്ടുണ്ടല്ലോ. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളമാണ് എൻ്റെ എപ്പോഴും ഉള്ള ഒരു. മാണി സാറിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മാണി സാർ 2 മുന്നണിക്ക് വേണ്ടിയിട്ടും ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഇടതും വലതുന്നുള്ള വകഭേദമില്ല. അതൊക്കെ നമ്മൾ എവിടെയാണ്, നമ്മുടെ കർത്തവ്യം, അതാത് കാലഘട്ടത്തിൽ നമ്മുടെ കർത്തവ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതല്ലേ ദൗത്യമാണ് പ്രധാനം. അതെ, മറ്റ് ആവരണങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ഈ ഒരു ചോദ്യവും ഉത്തരവും മാണി സാർ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിൻ്റെ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കും. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ ട്രാക്കിൽ നിന്ന് മാറിയില്ല, വഴിതെറ്റില്ലാതെ.